അതായത് എൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത്. ഇനിയിപ്പം മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. സംവിധായകൻ ജിയോ ബേബിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. താങ്കൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ, അത് ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം വേദനയുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് താങ്കൾ വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ പങ്കുവച്ചത്. അതായത് ഫറൂഖ് കോളേജിൽ ഒരു പ്രോഗ്രാം എന്നെ വിളിക്കുന്നു 5-ാം തീയതി ഇന്നലെ. ഞാൻ അതിനനുസരിച്ച് കോഴിക്കോടേക്ക് യാത്ര ചെയ്യുന്നു. കോഴിക്കോടേക്ക് എത്തുമ്പോഴാണ് ആ പരിപാടി ക്യാൻസലായി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നു. കാരണം ആദ്യം മനസ്സിലാവുന്നില്ല. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത അധ്യാപകർ അവർക്കും ഇതേപോലെ വളരെ വിഷമമുണ്ടായി ഈ ഒരു കാര്യത്തിൽ. അപ്പം ഇതെന്താണെന്നറിയാൻ പ്രിൻസിപ്പളിനൊരു ഇമെയിൽ അയച്ചു, എന്താണ് ഇത്തരം ഇത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണമെന്ന്. അപ്പോൾ മറുപടി ഇന്നലെ അയച്ചതാണ്, ഇന്നലെ ഉച്ചയായപ്പോൾ അയച്ചാണ്. ഇന്ന് ഇപ്പോൾ വരെ മറുപടി വന്നിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഞാൻ ആ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു. ആ പരിപാടിയുടെ നോട്ടീസും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെട്ടിട്ടുമുണ്ട്. അതായത് ഈ ഉദ്ഘാടകൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ അവരുടെ കോളേജിനോ സംഘടനയ്ക്കൊക്കെ ആയിരിക്കും ചേരാത്തത്, അതുകൊണ്ടാണ് അവർ സഹകരിക്കുന്നില്ല. അത് യൂണിയൻ്റെ തീരുമാനമാണ്. ഈ കോളേജ് എൻ്റെ ഒരു ഓട്ടോണമസ് കോളേജാണത്, യൂണിവേഴ്സിറ്റിയൊക്കെ ആണ്. അപ്പോൾ അവരുടെ തീരുമാനം, അവരുടെ എന്താണ് അതിൻ്റെ കാരണം നമുക്കറിയണമല്ലോ. അത് ഇത്രമാത്രം അപമാനിക്കപ്പെടാൻ ആരുടെ ധാർമ്മിക മൂല്യങ്ങളെയാണോ ഞാൻ ധാർമ്മിക മൂല്യങ്ങൾ, എന്ത് ധാർമ്മിക മൂല്യമാണോ ഇവിടെ ഉണ്ടായിരുന്നത്, അതിനെ എന്താണോ ഞാൻ ചെയ്തത്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് നമ്മുടെ സിനിമയൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത്തരം വില കുറഞ്ഞ പരിപാടികൾ കാണിക്കുന്ന ആരാണ്? ഇപ്പം എനിക്ക് ഫാറൂഖ് കോളേജിലെ കുട്ടികളെ ഒന്നും ഞാൻ എന്താ പറയുക, കുട്ടികളെ ഒന്നും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ MSF ആണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ യൂണിയൻ, ആ യൂണിയനിലുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് 2023 കുട്ടികളാണ്. പക്ഷേ അവരെ കൊണ്ട് ആരാണ് ഇത്തരം തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്? അത് ഈ കാലത്തെ കുട്ടികൾക്ക് ഇത് തനിച്ചെടുക്കാൻ പറ്റില്ല. 1-2 പേര് ചിലപ്പോൾ ഇത്തരം തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുമെന്നല്ലാതെ ഈ കുട്ടികളെ നിയന്ത്രിക്കുന്ന വൃത്തികെട്ട അല്ലെങ്കിൽ ആ മോശം ശക്തി ഏതാണ്? അവരോടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഞാനീ ചോദിക്കുന്നത്. അല്ലാതെ ഈ കുട്ടികളെയൊന്നും ഇതിനെക്കുറിച്ചൊന്നും അവരോടല്ല എൻ്റെ പ്രതിഷേധം. ഇത്തരം തീരുമാനങ്ങൾ കുറച്ചുകൂടെ മുകളിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. അതാരാണെന്നറിയണം. ഈ കോളേജ് താങ്കളെ ഇങ്ങോട്ടാണ് ഇത്തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നത്. അതിനുശേഷം അവിടെ ചെല്ലുന്നു. അവിടെ എത്തിയതിന് ശേഷം, അതിന് മുമ്പ് ഒരു അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്തിയതിന് ശേഷവും താങ്കൾ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഇതിൽ ഒരു വിശദീകരണം നൽകുന്നത്. അല്ല, നമ്മൾ ഒരു കോളേജിലോട്ട് അങ്ങോട്ട് വിളിക്കുമ്പോഴാണല്ലോ പോകും. അല്ല, ഞാൻ നിങ്ങളുടെ കോളേജിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യട്ടെന്ന് നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. നമ്മൾ ക്ഷണിച്ചതിനനുസരിച്ചാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടല്ല, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അറിയുന്നത്. അത് അങ്ങോട്ട് വിളിച്ചിട്ടല്ല, ഇങ്ങോട്ട് തന്നെ വിളിച്ച് പറയുകയാണ്. അതാ പറയുന്ന അധ്യാപകർ പോലും നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരാണ് അവർ. അല്ലാതെ അവരിത് ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോൾ അവരത്രയും ബുദ്ധിമുട്ടിയും പ്രശ്നത്തിലുമാണ്. ഇപ്പോൾ അതിലൊരു അധ്യാപകൻ ആ ഫിലിം ക്ലബിൻ്റെ സ്ഥാനം വഴി ഒഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. ഇത് നമ്മൾക്കാണ് ഇത് നേരിടേണ്ടത്. ഇത് ജിയോ ബേബി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നേരിടുന്ന ഒരു പ്രശ്നമല്ല. ഇത് ഇത്തരം കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യർക്കെതിരെയുള്ള പ്രതിഷേധമാണിത്, അവരുടെ പ്രതിഷേധമാണ്. അപ്പോൾ അത് നമ്മൾക്ക് എതിരെ വരുന്ന, അത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒറ്റയ്ക്കല്ല. അതൊരു കൂട്ടം ഇത്തരം ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന മനുഷ്യർ എല്ലാം ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. താങ്കളുടെ അവസാനം പുറത്തിറങ്ങിയ ഒരു സിനിമ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ചയാകും. ഖാദറിൻ്റെ രാഷ്ട്രീയം, കേരളം വലിയ തരത്തിൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടാകുന്നത് എന്നത് കുറച്ചും കൂടി ഈ സാഹചര്യത്തെ ഗൗരവമാക്കുന്നു. അപ്പോൾ ഇത്രത്തോളം കയ്യടികൾ താങ്കൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ആശയത്തിന് കിട്ടുന്നതിനെ കുറച്ചധികം ആളുകൾ പേടിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പം ധാർമ്മിക മൂല്യമാണ് യൂണിയൻ്റെ പ്രശ്നം. ഇനി മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയണം. അതിപ്പം ഒരു സിനിമയൊക്കെ ഇങ്ങനെ പേടിക്കാൻ പോയി കഴിഞ്ഞാൽ, സിനിമയോ അല്ലെങ്കിൽ ആശയത്തെയൊക്കെ പേടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഒരു എനിക്കറിയത്തില്ല. അവരെയൊക്കെ ഇങ്ങനെ നമ്മൾ അളക്കുക അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജിയോ ബേബിയോടുള്ള ഇതല്ല. ഞാനെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളല്ല. എനിക്ക് മുന്നേ ഒരുപാട് മനുഷ്യരുണ്ട്, എനിക്ക് ശേഷമുണ്ട്, എന്നോടൊപ്പവും മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയാണ് ഇവർ വിലക്കുന്നത്. ആ മനുഷ്യരോടാണ് ഈ കോളേജിലേക്ക് കയറരുതെന്ന് പറയുന്നത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ പോലും ഭരിക്കുന്നത് ആരാണെന്നൊക്കെയാണ് എനിക്കറിയേണ്ടത്. ഞാൻ അങ്ങനെ ഇതല്ല ഇതിനെ കാണുന്നത്, ഒരു പ്രിൻസിപ്പൾ എടുത്ത തീരുമാനമായിട്ടോ. ഇതൊരു കുറച്ചുകൂടെ മുകളിൽ നിന്ന് വന്നതായിരിക്കും ഇവനെ ഇവിടെ കയറ്റണ്ടെന്നുള്ളത്, ജിയോ ബേബിനെ, ജിയോ ബേബിയുടെ ആശയത്തെ. അപ്പോൾ അത്
അത് ആരാണ്, എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം? അതൊക്കെ അതിനോടുള്ള പ്രതിഷേധമാണ് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോളേജിൻ്റെ ധാർമ്മിക മൂല്യങ്ങളോട് നിരക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രോഗ്രസീവായ നിലപാട് പറയുന്ന മനുഷ്യരുടെ ഐഡിയാസ്, അങ്ങനെ പറയുന്ന ആളുകളുടെ ധാർമ്മിക മൂല്യം ഈ കോളേജിന് നിരക്കുന്നതല്ല, കോളേജിൻ്റെ ധാർമ്മിക മൂല്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറയുമ്പോൾ അത് പങ്കുവയ്ക്കുന്നൊരു സന്ദേശം എന്താണ്? ഈ പ്രത്യേകിച്ച് ഒരു കലാലയം അങ്ങനെ പറയുമ്പോൾ താങ്കൾക്ക് അതിലൊരു ഞെട്ടലുണ്ടാവുന്നുണ്ടോ? അതെ, അപ്പം ഇവർ ഉദ്ദേശിക്കുന്ന ധാർമ്മിക മൂല്യം എന്താണെന്നോട് നമുക്കറിയണം. ഈ ഇവരെന്ന് പറയുന്നത് എണ്ണം കുറവാണ്, കുറച്ച് മനുഷ്യരെ കാണുള്ളൂ ഇവരുടെ നമ്മൾ ഈ ധാർമ്മിക മൂല്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻസ് യൂണിയനെയോ അല്ലെ അവിടുത്തെയുള്ള അധ്യാപകരെയോ ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് പ്രതി ചേർക്കുന്നില്ല. അവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ. അപ്പം ഇതൊക്കെ വളരെ ഇതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക, കുറേയൊക്കെ നമുക്ക് ഇതൊരു ചിരിക്കാനുള്ള കാര്യങ്ങളും കൂടിയാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതെന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മളിവിടെ എന്തോ ഒരു വൃത്തികേടും കാണിച്ചിട്ടില്ല അല്ലേ. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതെനിക്കിഷ്ടമുള്ള സിനിമകൾ എടുക്കുന്നു, അതിപ്പം സിനിമകൾ മനുഷ്യർ കാണുന്നു, സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരം ആശയങ്ങൾ മുമ്പോട്ട് വന്നാൽ ഇവർക്ക് എന്തിനാണ് പേടിക്കാനിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. LGBTQ-നൊക്കെ അനുകൂലമായ നിലപാടെടുക്കുന്നവരെ, അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന മനുഷ്യരെ ഒരു വലിയ തരത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ സമൂഹത്തിൽ പല ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്, സിനിമയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു സിനിമ എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മാറ്റി നിർത്തലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെങ്ങനെയാണ്, ഈ സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. മാറ്റി ഞാൻ തന്നെയല്ലല്ലോ പോയി നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പമാണ് അല്ലേ. മാറ്റി അല്ല നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ അല്ലേ. നിങ്ങൾ ഈ പ്രതിഷേധത്തോടൊപ്പമാണല്ലോ നിൽക്കുന്നത്. അല്ല, നിങ്ങൾ ആ കോളേജിന് അവരുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തല്ല എന്നോട് സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അല്ലേ. അത് തന്നെ ഉള്ളൂ. ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പങ്കുവെച്ച് എത്ര പേര് വിളിക്കുന്നു, എത്ര പേര് ഒപ്പം ഉണ്ടെന്ന് പറയുന്നു. അത് തന്നെയാണല്ലോ, തന്നിച്ചല്ല. ഇത് എന്നോട് മാത്രം ചെയ്യുന്ന കാര്യവുമല്ല, ഇത് നമ്മളോട് ചെയ്യുന്നതാണ്. അതിൽ ഞാൻ എൻ്റെ പേരാണ് ഇപ്പം കേൾക്കുന്നതെന്നുള്ളൂ. നാളെ ഇത് വേറെ ആളോടും പറയും. ഇതിന് മുന്നേ എത്രയോ പേരുകൾ വന്നിട്ടുണ്ട്. അത് തനിച്ചൊന്നുമല്ല, മാറ്റി നിർത്തിയിട്ടുമില്ല. ഞാൻ മാറ്റി വേറൊരു കൂട്ടത്തോടൊപ്പം പോയി നിൽക്കുന്നത്. ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. അതായത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായത് എന്ന് കൃത്യമായി അറിയണം. അതിൽ യൂണിയൻ്റെ നിലപാട് പറയുമ്പോൾ തന്നെയും മാനേജ്മെൻറ്റിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്, അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടായത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ തനിക്ക് ഉത്തരം വേണമെന്ന് തന്നെയാണ് ജിയോ ബേബി പറയുന്നത്.